എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സപ്ലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂണിക്കോൺ ടീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിക്കോണിനെ ഇഷ്ടമുള്ളവരൊക്കെ ഒരു യൂണിക്കോണിൻ്റെ സ്മൈലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ പഴയ കേക്കിൻ്റെ ബോക്സൊക്കെ ഇല്ലേ, കേക്കിൻ്റെ ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഇതുപോലത്തെ ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് എടുത്താൽ മതി. അതിപ്പോൾ സോപ്പിൻ്റെ പെട്ടിയാവാം, ബിസ്ക്കറ്റിൻ്റെ ബോക്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസ് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ നീളവും ഒരു 6.5 സെൻറ്റിമീറ്റർ വീതിയുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡർ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷൈൻ ലൈക്ക് യൂണിക്കോൺ എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂണിക്കോൺ എന്നുള്ളത് പല കളർ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു സെല്ലോ ടേപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു യൂണിക്കോണിൻ്റെ ഇമേജ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇമേജ് ഈ ഒരു സെല്ലോ ടേപ്പിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ ഈ ഒരു ഫ്രെയിമിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സെല്ലോ ടേപ്പിൻ്റെ ഗ്ലൂ വരുന്ന ഭാഗത്ത് യൂണിക്കോൺ നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫ്രെയിമിലേക്ക് കൃത്യമായിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സ്കെച്ച് പെൻസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റാർസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വൈറ്റായിട്ട് പ്ലെയിനായിട്ട് വെക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഭംഗി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റാർസ് വരച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂവും പിങ്കും യെല്ലോവും ഗ്രീനും ഒക്കെ വെച്ചിട്ട് സ്റ്റാർസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഗ്ലിറ്റർ സ്റ്റാർസും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ സെല്ലോ ടേപ്പ് വരുന്ന ഭാഗമില്ലേ, അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഗ്ലിറ്റർ പെൻസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ യൂണിക്കോൺ എഴുതിയതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ ജസ്റ്റ് ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്ലിറ്റർ പെൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കെച്ച് പെൻ വെച്ചിട്ട് എഴുതിയത് അത്രയും മതിയാവും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആ സെല്ലോ ടേപ്പിൻ്റെ ഭാഗത്ത് ഗ്ലൂ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒരു സെല്ലോ ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബുക്കിൽ വെച്ചിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഡോളൊക്കെ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ പെട്ടിൻ്റെ മേലെയൊക്കെ ഇങ്ങനത്തെ ഒരു തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു സ്കെയിലിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഞാൻ പഴയ സ്കെയിലിനെ മേക്ക് ഓവർ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് പീസിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ മാർക്കിങ്സ് അവിടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. വൺ മുതൽ 15 വരെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് തിരിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് യൂണിക്കോണിൻ്റെ ഇമേജസ് വരച്ചിട്ട് സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചിട്ട് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഇമേജസ് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പല സ്ഥലത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഒരു സ്കെയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻസാണിത്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളൊരു യൂണിക്കോൺ നോട്ട്ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ജേർണൽ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ പേജസ് നമുക്ക് ഇളക്കി മാറ്റാനും തിരിച്ച് ഫിക്സ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ഹോൾ പഞ്ചോ അല്ലെങ്കിൽ സ്റ്റാപ്ലറോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് ഫോൾഡ് ചെയ്യുക, അതിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരു A4 പേപ്പറിനെ 4 ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി എടുക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് ആവശ്യമുള്ള അത്രയും പീസസ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 പീസോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബുക്കിൻ്റെ കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചായപ്പൊടിയുടെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ പെട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തിൻ കാർഡ്ബോർഡ് എടുക്കാം. ഇനി നമ്മളുടെ പേജിൻ്റെ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസസ് ഒന്ന് ഇതിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ 4 കോർണറിനും ഒരു സ്ക്വയർ പീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കവർ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൾഡിൻ്റെ മേലെ കൂടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബുക്കിൻ്റെ കവർ റെഡിയായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു കോമ്പസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് ഹോൾ ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഹോൾ പഞ്ച് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ച് അടിച്ചാലും മതി. രണ്ട് സൈഡും കോമ്പസ് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഹോളാക്കി കൊടുത്തതിന് ശേഷം ഹോളൊന്ന് വലുതാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടാണ് ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മളൊരു വൂളൻ ത്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ 2 ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ബൈൻഡായിട്ട് നിന്നോളും. ഇപ്പോൾ നമ്മളുടെ നോട്ട്ബുക്കിൻ്റെ പേജസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കവറിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ യൂണിക്കോണിൻ്റെ കുറച്ച് ഇമേജസും കൂടെ ഇതിൻ്റെ കവറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കെട്ട് അഴിച്ചിട്ട് നമുക്ക് ഈ പേജസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതേപോലെ പുതിയ പേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കുറച്ച് പേജസ് എടുക്കുക. എന്നിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ മാസ്കിൻ്റെ എലാസ്റ്റിക് ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡയറിയുടെ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡയറി നല്ല ബൈൻഡായിട്ട് നിന്നോളും, ക്ലോസ് ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു യൂണിക്കോൺ ബുക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് പെയിൻറ്റ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫെവിക്രിലിൻ്റെ പെയിൻ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ബോക്സിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലേബിളൊക്കെ നമ്മൾ ഇളക്കി കളയുന്നുണ്ട്. അതിനുശേഷം സാനിറ്റൈസർ വെച്ചിട്ട് ഗ്ലൂ ഒക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ യൂണിക്കോണിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാർഡിൽ ഞാൻ കൊടുക്കാം, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ യൂണിക്കോൺ, ഐ ലവ് യൂണിക്കോൺ എന്നൊക്കെ എഴുതി ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 യൂണിക്കോണിൻ്റെ ഇമേജസ് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മേക്ക് ഓവർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും.
അപ്പോൾ ഇതേ വളരെ എളുപ്പത്തിൽ നമ്മൾ ഒരു പെൻസിൽ ബോക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മളുടെ ലാസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അതിലൊരു യൂണിക്കോണിൻ്റെ ഇമേജ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്ന് ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേറൊരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു ഷേപ്പും കൂടെ വരച്ചിട്ട് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി സ്കെച്ച് പെന്ന് വെച്ചിട്ട് നമ്മളിതൊന്ന് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യൂണിക്കോണിൻ്റെ ബോഡിയിലേക്ക് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് യൂണിക്കോൺ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബുക്കിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് ചെയ്ത എല്ലാ ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ